ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിസർച്ച് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. നമുക്ക് ബിസിനസ് റിസർച്ച് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കാം. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? ആ പേര് തന്നെയുണ്ട്. റിസർച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, സംതിങ് റിലേറ്റഡ് ടു ബിസിനസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബിസിനസ് റിലേറ്റഡ് ഏരിയാസിൽ ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയാം. അതാണ് സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം റിസർച്ച് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മേഖലയിലും ഇപ്പം എന്താ ഒരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞു റിസർച്ച് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഇവോൾവ് ചെയ്തേ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടെത്തിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ കണ്ടെത്തി അതിനെ എന്ത് ചെയ്യണം, പഠന വിധേയമാക്കുക. എന്നിട്ട് പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം റിസർച്ച് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നടക്കുന്ന ഒരു കാര്യമാണ്. വെദർ ഇറ്റ് ഈസ് അഗ്രികൾച്ചർ, നമ്മുടെ ഹെൽത്ത്, സൈക്കോളജി, നമ്മുടെ ബിസിനസ്, ഇനിയിപ്പം സയൻസ് ഏതെടുത്ത് നോക്കിയാലും ഏത് മേഖലയിലും എന്തുണ്ട്, റിസർച്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നുള്ളത്. സോ അത് ബിസിനസ്സിലെ സംതിങ് റിലേറ്റഡ് ടു ഒരു ബിസിനസ് എൻറ്റിറ്റി, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് മേഖലയിലാണ് ഏതെങ്കിലും ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയും. മീനിങ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ഓൾ ദ ഏരിയാസ് ഓഫ് ദ ബിസിനസ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ്, കസ്റ്റമേഴ്സ് എക്സെട്ര. അപ്പം നമുക്കറിയാം ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാരിയസ് ഡിസിപ്ലിൻസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻസ്, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെയുള്ള ഇഷ്ടം പോലെ മേഖലകളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് മേഖലയിലും ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ബിസിനസ് റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എപ്പോഴും പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഡെഫിനിഷൻ, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, റിസർച്ച് ഈസ് എസെൻഷ്യലി an investigation, a recording and an analysis of evidence for the purpose of gaining knowledge. It can generally be defined as a systematic method of finding solutions to problems. ബേസിക്കലി ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് ബിസിനസ് റിലേറ്റഡ് പ്രോബ്ലംസ് അതിനെന്ത് ചെയ്യാം, സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് റിലേറ്റഡ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം റോബർട്ട് റോസ് എന്ന് പറയുന്ന ആൾ ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, അതൊരു എന്താണ്, ഒരു അന്വേഷണമാണ്. ആൻഡ് എ റെക്കോർഡിംഗ്, ആൻ അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്.
അദ്ദേഹം റിസർച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ടാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. നമുക്ക് എല്ലാ സ്റ്റഡീസും നടത്താം, പക്ഷെ അതിനെന്ത് വേണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വേണം. പിന്നെ അതിന് ഒരു എൻഡ് റിസൾട്ട് ഉണ്ടായിരിക്കണം, ഒരു ഫൈൻഡിങ് ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടണം. എന്തിനാണ്, ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ് എന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് വാരിയസ് ബിസിനസ് ഡിസിപ്ലിൻസിൽ നടക്കുകയാണെങ്കിൽ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ആണ് നമ്മുടെ റിസർച്ച് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് റിസർച്ച് എന്ന് സിംപ്ലി പറയാം. അത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. അതല്ലെങ്കിൽ എന്തായിരിക്കും, കുറച്ചും കൂടി ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കാനായിട്ട് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാറുള്ളത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് റിസർച്ചിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ബിസിനസ് പ്രോബ്ലം എന്തോ ആയിക്കോട്ടെ, സിംപ്ലി നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് എൻറ്റിറ്റി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡിസിപ്ലിൻസും ഏറ്റവും നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം. അതായത് വാരിയസ് ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരുപാട് വാരിയസ് ഡിസിപ്ലിൻസ് ഉണ്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ എന്തിൽ വേണമെങ്കിലും എന്ത് വരാം, നമുക്ക് ഒരു ബിസിനസ് പ്രോബ്ലം അറൈസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ കമ്പനി, ആ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ സാധാരണ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഒരു കമ്പനിയുടെ നോക്കുന്നത് അതിൻ്റെ ആധികാരികമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ കമ്പനിയുടെ ട്രെൻഡ് എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഡൗൺഫോളാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും എന്തുണ്ട്, ഒരു സ്റ്റഡിക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതില്ലെങ്കിലും ഓപ്ഷനുണ്ട്. കാരണം ഇപ്പം നന്നായിട്ടും മൂവ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അപ്പോൾ അവിടെ അവർ ശ്രദ്ധിക്കേണ്ടി വരിക ഈ ഒരു മൂവ്മെൻറ്റ്, ഒരു അപ്വാർഡ് ട്രെൻഡ് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇവിടെ ഡൗൺഫോളാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട്, ഒരു സ്റ്റഡിക്ക് സ്കോപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള പഠനം നടത്തുക. ആ പഠനം നടത്താൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ടീമിൽ അല്ലെങ്കിൽ ഒരു ടീം ഫോം ചെയ്യും. ആ ടീം ഫോം ചെയ്ത് അവരെന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഇതിലോട്ട് എന്താണ് വ്യക്തമായിട്ടുള്ള കാരണമെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, ആ പഠനം നടത്തിയതിന് ശേഷം എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ഒപ്പം അതിനുള്ള സർട്ടൻ സൊല്യൂഷൻസും എന്ത് ചെയ്യും, ടോപ്പ് ലെവൽ അതോറിറ്റീസിന് കൊടുക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബിസിനസ് പ്രോബ്ലം അല്ലെങ്കിൽ ബിസിനസ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ചിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ഫീച്ചറായിട്ട് പറയുന്നുള്ളൂ. പിന്നെ ഇറ്റ് ഫോളോസ് എ സ്പെസിഫിക് പ്ലാൻ ഓർ പ്രൊസീജിയർ. നമ്മൾ പറഞ്ഞു റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു പ്രൊസീജിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ട്, അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സയൻസ് ഫീൽഡിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എംപിരിക്കൽ റിസർച്ച് എന്ന് പറയും. അതായത് നമ്മൾ പല രീതിയിലുള്ള ലാബുകളിലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെൻറ്റ്സ് നടത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കൊറോണയുടെ ഒക്കെ കേസ് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെതിരെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാൻ, ഇതുപോലെ വാക്സിൻസ് മാനുഫാക്ചർ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
ആ ഒരു രീതിയിലുള്ള ഒരു എൻവയറോൺമെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയെടുത്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ. അതിന് മുന്നേ സയൻറ്റിസ്റ്റുകൾ ഇതിന് മുകളിൽ വേറെ വർക്ക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ എംപിരിക്കൽ ടെസ്റ്റിംഗ് നടത്തുന്നു. അതായത് സയൻറ്റിഫിക്കലി ഇപ്പം നമ്മൾ വാക്സിൻ കണ്ടെത്തുകയാണെങ്കിലും ശരി, ഒരു പർട്ടിക്കുലർ വൈറസിൻ്റെ ഒറിജിൻ കണ്ടെത്തുകയാണെങ്കിലും ശരി, എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് വാലിഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ പറഞ്ഞ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സർട്ടൺ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യാന്നുള്ളത്. എന്നാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ അതിനെ റിസർച്ച് എന്ന് പറയുള്ളൂ. ഒരു സ്പെസിഫിക് പ്ലാൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇതെന്താണ്, ബിസിനസ് റിസർച്ചിൻ്റെ കേസാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ദെൻ ഇറ്റ് ബേസ്ഡ് ഓൺ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. സ്വാഭാവികമായിട്ടും ഒരു റിസർച്ച് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഹ്യൂജ് വോളിയൂംസ് ഓഫ് ഡാറ്റയാണ് ഓരോ റിസർച്ച് പ്രോസസ്സിലും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വ്യക്തമായിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും, അനാലിസിസ് എടുക്കേണ്ടി വരും, പിന്നെ അതിനെ നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഇപ്പോൾ കോവിഡിൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കോവിഡ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയാണ്, നമ്മൾ വുഹാനിലാണെന്ന് പറയുന്നു, ചൈനയിലാണ്. അപ്പോൾ നമുക്ക് ഇത്തരം ഒരു വൈറസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സിംറ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ആളുകളുടെ അവരെങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ, അവരുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, അവരുടെ ഒരുപാട് പേഷ്യൻസിൻ്റെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരെവിടെയൊക്കെ പോയി, അവർ ഏതൊക്കെ രീതിയിലുള്ള സിറ്റുവേഷൻസിൽ അവർ പെട്ടുപോയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിരിക്കാം, ഇവർക്കൊക്കെ ഉള്ള ഈ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് കളക്ട് ചെയ്താൽ മാത്രമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഡാറ്റ ജസ്റ്റ് കളക്ട് ചെയ്താൽ മാത്രം പോരാ. ഇത് ഞാൻ പറഞ്ഞൊരു ഫൈനൽ സ്റ്റേറ്റിലോട്ട്, ഒരു കൺക്ലൂഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വരും, ആ ഡാറ്റാസിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു കോമൺ സിംറ്റംസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 1000 പേരുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 30-35 പേർക്കായിരിക്കും ഇത്തരത്തിലൊരു സിമിലർ കോമൺ സിംറ്റംസ് കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ 1000 പേരുടെയും കേസസ് വ്യക്തമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള 1000 പേരുടെ ഡാറ്റാസിൽ നിന്ന് നമ്മളിത് ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷം സിംറ്റമാറ്റിക് ആയിട്ടുള്ള കോമൺ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. എന്നിട്ട് അതിൽ അത്തരത്തിൽ സിംറ്റംസ് കാണിക്കുന്ന സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, അനാലിസിസ് ആണ്, ഡാറ്റ അനാലിസിസ്. എന്നിട്ട് അതിനെ ഫൈനലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ 1000 പേരിൽ നിന്ന് 35 പേർക്കാണ് ഈ ഒരു പ്രത്യേകതരം വൈറസ് ഇൻഫെക്ഷൻ സംഭവിച്ചതെന്ന് കരുതുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള കോമൺ സിംറ്റംസ് ഉണ്ട്. സോ അത് പഠന വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു ന്യൂ വൈറസ് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് എന്ന് കരുതപ്പെടുന്നു എന്നുള്ള രീതിയിലൊരു കൺക്ലൂഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സാധാരണ റിസർച്ചിൽ പറയുന്നത്. ഇവിടെ ബിസിനസ് റിസർച്ചാണ് പറയുന്നത്, എല്ലാത്തിലും ഈ ഒരു സിസ്റ്റം എപ്പോഴും ഫോളോ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ബിസിനസ് റിസർച്ചിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫീച്ചേഴ്സ്, ബിസിനസ് റിസർച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.